നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടിലാണ്. അപ്പോൾ നാളത്തേക്ക് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ലെവലാണ്. അതായത് 24,400 മുതൽ 24,480 ഏരിയ. അപ്പം ഞാൻ ആ ഒരു ഏരിയയെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഏരിയ നോട്ട് ട്രേഡിംഗ് സോണായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 24,246 മുതൽ 24,255 ഏരിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പം ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് 24,170 മുതൽ 24,200 ഏരിയയും സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നാളത്തേക്ക് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ലെവലിൽ താഴേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പം 24,246 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 24,200 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് സഡനായിട്ട് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പം ഇവിടെ നമുക്കൊരു പ്രൈസ് ആക്ഷൻ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കൊരു ലോങ് എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,120 ഏരിയ ആണ്. 24,120 മുതൽ 24,090 ആ ഒരു ഏരിയ ആണ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുന്നത് കാണുവാണെങ്കിൽ നമുക്കൊരു പി സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,580 മുതൽ 24,600 ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പം ഈ ഒരു ലെവലിലേക്കും പ്രൈസ് വന്നു കഴിഞ്ഞാൽ സഡനായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും ഓർക്കുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് എപ്പോഴും പ്രൈസ് ഫസ്റ്റ് ടൈം ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സിലെങ്കിലും മാർക്കറ്റ് പലപ്പോഴും തരാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ ഇന്ത്യ വിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ വിക്സ് വളരെ ലോ ആണ്. അപ്പം അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്തിരിക്കുക. പ്രൈസ് ആക്ഷൻ കാര്യങ്ങളും അതായത് മാർക്കറ്റിൻ്റെ ബിഹേവിയറൊക്കെ നോക്കിയിട്ട് മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്